നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ സ്വപ്നത്തിനു വേണ്ടി ഞാൻ പോരാട്ടം തുടരും, ആംഗേൽ ഡി മരിയ പറയുകയാണ്. അർജന്റീൻ ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങുക എന്നത്. പക്ഷേ നമുക്കറിയാം, റൊസാരിയോയിലേക്ക് വന്നാൽ അദ്ദേഹത്തിനെതിരെ വധഭീഷണിയും മറ്റുമൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം റൊസാരിയോ സെൻട്രലിലേക്ക് ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്താതെ പോർച്ചുഗീസ് ക്ലബിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അപ്പം ചിലർ അദ്ദേഹത്തിനെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിനൊക്കെ അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഡി മരിയ തന്നെ അതിനോട് പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഡി മരിയ മനസ്സ് തുറക്കുകയാണ്. എൻ്റെ സ്വപ്നമാണ് റൊസാരിയോ സെൻട്രലിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് വിരമിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അർജന്റീൻ മാധ്യമം TVC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോ മെൻഡോസ റിപ്പോർട്ട് ചെയ്യുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റൊസാരിയോ സെൻട്രലിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ കളിച്ചുകൊണ്ട് വിരമിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്, വീണ്ടും അവർക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത്. ഒബിയസ്ലി ഞാനത് ഇനിയും പറയുന്നത് തുടരുക തന്നെ ചെയ്യും. ആ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. എന്തായാലും അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ, ഞാനത് പറയുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലായ്പ്പോഴും എൻ്റെ കരിയറിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുപോലുള്ളൊരു തടസ്സമായിട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെയും ഞാൻ കാണുന്നത്. എൻ്റെ ശ്രമങ്ങൾ ഞാൻ തുടരുക തന്നെ ചെയ്യും. എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് തുടരും. ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും ഡോർ ഓപ്പണായി കിടക്കുന്നിടത്തോളം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, തിരികെ എത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാം റെഡി ആയിരുന്നു. അത് റൊസാരിയോ സെൻട്രലിൻ്റെ ലീഡർഷിപ്പിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ പുറത്ത് നടക്കുമ്പോൾ ഞാൻ വളരെ കാമായിട്ടിരിക്കുകയാണ്. പിന്നെ മൈക്ക് കിട്ടിയാൽ പലതും വിളിച്ചു പറയുന്ന നിങ്ങളുടെ കൊളീഗ്സ്, അത് ജേർണലിസ്റ്റിനോട് പറയുകയാണ്, നിങ്ങളുടെ കൊളീഗ്സ് അവർ പലതും പറയും, ഞാൻ അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല. അത് വെറുതെ എനർജി വേസ്റ്റ് ആക്കുക മാത്രമാണ്. എന്തായാലും എൻ്റെ സ്വപ്നം, അതിനുവേണ്ടി ഞാൻ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും പോർച്ചുഗീസ് ലീഗിലാണ് അടുത്തൊരു സീസണിലേക്ക് കൂടി അദ്ദേഹം കളിക്കുന്നത്. ഇനി റൊസാരിയോ സെൻട്രലിലേക്ക് മടങ്ങുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ക്ലബിന് താല്പര്യമുണ്ട്, പക്ഷേ അവിടെ മറ്റ് ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.